ഒന്നാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് വിളിച്ചു ചേർക്കുന്നത്. മുൻ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷവും മഹാഗുരുവിനോടുള്ള ഭക്തിയും അതോടൊപ്പം തന്നെ SNDP യോഗം എന്ന സംഘടനയുടെ ശക്തിയും വിളിച്ചോതുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ ജയന്തി ദിന ആഘോഷം നടത്തുവാൻ തീരുമാനിച്ചത്. വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ നമ്മളേറെ ദുഃഖിതരാണെങ്കിലും അതിനുവേണ്ടി നമ്മൾ SNDP യോഗവും SNDP യൂണിയനും ശാഖകളും കുടുംബയോഗങ്ങളും ഒക്കെ സാമ്പത്തികമായി സഹായിക്കുവാനായിട്ട് ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. യോഗം ഇപ്പോൾ തന്നെ 60 ലക്ഷം രൂപയോളം നൽകിക്കഴിഞ്ഞു. ഈ പറവൂർ യൂണിയനിൽ നിന്നും നല്ലൊരു സംഖ്യ നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ശാഖകളും കുടുംബയോഗങ്ങളും ഒക്കെ അതിനനുസരിച്ചുള്ള ഫണ്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ ഗുരുവിനോടുള്ള ഭക്തി അത് രേഖപ്പെടുത്തുക, അതിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകിക്കൊണ്ട് സംഘടിച്ച് ശക്തരാവുക എന്ന ഗുരുവിന്റെ ആപ്തവാക്യം നെഞ്ചിലേറ്റിക്കൊണ്ട് മഹാഗുരുവിനാൽ കൊളുത്തപ്പെട്ട ആലുവ അദ്വൈതാശ്രമത്തിൽ കൊളുത്തപ്പെട്ട ദീപശിഖയിൽ നിന്നും ഈ വരുന്ന 12-ാം തീയതി കൊളുത്തിക്കൊണ്ടുവരുന്ന ദീപം പറവൂർ മുനിസിപ്പൽ കവലയിൽ നിന്നും ശാഖാംഗങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് SNDP യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ SNDP യൂണിയൻ ഹാളിൽ എത്തിച്ചേരുന്നതും അന്ന് നടക്കുന്ന സമ്മേളനം പ്രിയപ്പെട്ട മന്ത്രി ശ്രീ രാജൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ പ്രധാനമായും വിദ്യാഭ്യാസത്തിൽ മുൻനിരയിൽ നിൽക്കുന്നവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ധനസഹായം നൽകുന്നൊരു ചടങ്ങ്, അതോടൊപ്പം തന്നെ വിധവകൾക്കും ആരോഗ്യപരമായ അവശതകൾ അനുഭവിക്കുന്നവർക്കും സഹായധനം നൽകുന്ന നടപടികളാണ് അന്ന് നടത്തുവാൻ നമ്മൾ പ്രമുഖമായിട്ട് തീരുമാനിച്ചത്. ഈ വർഷം ജയന്തി ആഘോഷിക്കുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയോടുകൂടിയായിരിക്കണം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് ഒരു ഗുണകരമായ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കണം ജയന്തി ആഘോഷങ്ങൾ നടത്തേണ്ടത് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറവൂർ SNDP യൂണിയന്റെ കീഴിലുള്ള 72 ശാഖയിലെയും കുടുംബാംഗങ്ങൾക്ക് ഉദ്യോഗാർത്ഥികളായവർക്ക് ഫ്രീ ആയിട്ട് PSC പരിശീലനം കൊടുക്കുവാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കഴിഞ്ഞു. ഈ ചതയ ദിനം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം അതിന്റെ ഉദ്ഘാടനത്തോടു കൂടി ആ പദ്ധതി SNDP യോഗത്തിന്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഒരു ഭവനത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമെന്ന അദ്ദേഹത്തിന്റെ ആ വിശാലമായ ചിന്താഗതി 138 യൂണിയനുകളിൽ പറവൂർ SNDP യൂണിയനുകൾ ആദ്യമായി ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ ശാഖയുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ അതിൽ ചേരുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് പറവൂർ SNDP മുന്നോട്ട്. അടുത്ത പരിപാടിയായിട്ട് കടന്നു വരുന്നത് നമുക്കറിയാം, ആലുവ അദ്വൈതാശ്രമത്തിലെ കിടാവിളക്കിൽ നിന്നും കൊടുക്കുന്ന ദിവ്യജ്യോതി പറവൂരിലെത്തുമ്പോ ആ പറവൂർ SNDP യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ സി രാധാകൃഷ്ണൻ അവരുടെ ആ ദിവ്യജ്യോതിയെ സ്വീകരിച്ച് അത് ഒരു ഘോഷയാത്രയായി തന്നെ പറവൂർ യൂണിയൻ ഓഫീസിൽ സമാപന സമ്മേളനം ഏറെ പ്രിയങ്കരനായ മന്ത്രി K. രാജൻ അവർക്കാണ് ഉദ്ഘാടനം ചെയ്തത്.